കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭാര്യമാരായിട്ടൊന്ന് യാത്ര പോകുന്നുണ്ട്. കല്യാണത്തിന് ശേഷം കല്യാണം കഴിച്ച പ്രിയപ്പെട്ട ദമ്പതിമാർ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണം. അവരുടെ കൈകളിൽ പിടിക്കണം. എന്നിട്ടൊരു നല്ല വെള്ളച്ചാട്ടത്തിന്റെ ഒരു നല്ല മലച്ചെരിവുകളുടെയിലൂടെയൊക്കെ ഒന്ന് മനസമാധാനത്തോടു കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ നടക്കണം, യാത്ര ചെയ്യണം. കാരണം എന്ത്? അത് പറക്കത്തുണ്ടെന്നാണ്. യാത്രയിൽ തന്നെ പറക്കത്തുണ്ടെന്നാണ്. അത് നിന്റെ സ്വന്തം ഭാര്യ ഉണ്ടാകുമ്പോൾ അതിന് ഇരട്ടി പറക്കത്തുണ്ടാകുമെന്ന്. കല്യാണം കഴിഞ്ഞവർ അവരുടെ വിരലുകടയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സന്തോഷം ഉണ്ടാകുമെന്ന്. കല്യാണം കഴിഞ്ഞാൽ അപ്പോഴേ പ്രണയമുണ്ടാകും. ഇക്കാക്കാന്ന് കൂട്ടിയിട്ട് തന്നെ വിളിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ പ്രണയം എന്ന സാധനം. പ്രണയത്തിൽ ദാ എന്ന വിളിയും, പ്രണയത്തിൽ മോനു എന്ന വിളിയും, പ്രണയത്തിൽ മോളു എന്ന വിളിയും അതുണ്ടെങ്കിൽ മാത്രമേ വിവാഹം നല്ലപോലെ മുന്നോട്ടു. എന്തായാലും ഇക്കാക്കാന്ന് കൂട്ടി പിടിക്കണം, നിങ്ങൾ നിർബന്ധം പിടിക്കണം. അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഫാത്തിമ ബീവി എന്തായാലും അലിക്കാക്കാൻ എന്തായാലും പിടിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പറയും എന്തായാലും പിടിച്ചിട്ടുണ്ടാവുക. ഏറ്റവും നല്ല കപ്പിളായിട്ട് ഇസ്ലാം ചർച്ച ചെയ്യുന്നത് ആരെയാണ്? ഇതിൽപ്പെട്ട ഒന്നാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട അലി റളിയല്ലാഹു തആല. ഏറ്റവും നല്ല കപ്പിളായിട്ട്, ബെസ്റ്റ് കപ്പിൾ ഇൻ ദിസ് വേൾഡ്. മനസ്സിലായോ? അങ്ങനെയുള്ള ഈ രണ്ടുപേരും ഒരിക്കലും ഇക്കാതെന്ന് മലയാള പ്രയോഗമല്ലേ, അറബിയിൽ അലിക്കാക്കാന്ന് വിളിക്കാൻ പറ്റൂല. പിന്നെന്തായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? നിങ്ങളൊക്കെ പറയാറുണ്ട് പേരെന്നെ അല്ലേ? നമ്മളെങ്ങാനും അങ്ങനെ വിളിച്ചാൽ എങ്ങനെയാണ്? യാ സുലൈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോത്തിന് ഇളകിയാൽ എന്താ കാര്യമെന്ന്. നമ്മൾ സുന്നത്തിലേക്ക് പോകുമ്പോൾ എല്ലതും വേണ്ട നോക്കുക. അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഫാത്തിമാവി വിളിച്ചതുപോലെ അവര് തമ്മിൽ എനിക്കുറപ്പാണ് ഭയങ്കരമായ പ്രണയമുണ്ടായി. അങ്ങനത്തെ വിളികളൊക്കെ വിളിച്ചിട്ടുണ്ടാവും. ഹദീസുകൾ നമ്മൾ പരിശോധിക്കും. അതുകൊണ്ട് നമ്മൾ അഭിമാനത്തോടെ മാനത്തോടു കൂടി തന്നെ നമ്മൾ വിളിക്കണം. നമ്മൾ എന്താക്കരുത്? ശാഠ്യം പിടിക്കരുത്.